യാസീനെന്ന മഹിമയെഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. ഈദ് മുബാറക്, ഈദ് മുബാറക്. ഫിലിക്കും ഹബക്കും റിവാസനും എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും എന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. എല്ലാവർക്കും ഞങ്ങളുടെയും നമ്മുടെ ഫാമിലിന്റെയും ഈദ് ഉൽ ഫിത്തർ ആശംസകൾ. Welcome back to the brand new vlog. Hello. This is me Rivaz. And Heba. അപ്പോൾ വീണ്ടും ഈദ് ഉൽ ഫിത്തർ ആശംസകൾ. എ വെരി ഹാപ്പി ഈദ് മുബാറക് ടു അവർ ഡിയറസ്റ്റ് ഫാം. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് വ്ലോഗ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. ഇതാ നമ്മളത് ചെയ്യുന്നുണ്ട്. നമ്മളുടെ വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടോ, അടുപ്പിച്ച് വ്ലോഗ് എടുത്തുകൊണ്ട് കുറെ പേര് ഞെട്ടിയിട്ടുണ്ട്. വി ആർ സോ ഹാപ്പി നിങ്ങളുടെ കമന്റ്സ് കാണുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഇരുന്നിട്ട് എല്ലാ കമന്റ്സും റിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഹെബക്കാണ് അതിന്റെ ക്രെഡിറ്റ്സ് മൊത്തം പോകേണ്ടത്. ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്, പക്ഷെ ഹെബ ലൈക്ക് അതിൽ ശരിക്കും ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യാറുണ്ട്. സോ നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇന്ററാക്ഷൻ കാര്യങ്ങളൊക്കെ. നമ്മളുടെ ഈ ഒരു കുഞ്ഞ് ഈദ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചെറുതാട്ടോ, ലൈക്ക് ആരും എനിക്ക് എന്റെ വീട്ടിൽ പോകാനോ അങ്ങനെയൊന്നും പറ്റില്ല. ഞാന് പോവുക നമ്മളൊരു കുഞ്ഞി പെരുന്നാളില് ചെറുതായിട്ടുള്ളൊരു എന്തൊക്കെയാ നമ്മള് ചെയ്യുന്നത് കാണുന്നത്. കുട്ടികളോ നമ്മുടെ കൂടെ നിങ്ങളും വരും വ്ളോഗിൽ. എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ കാണും. പോരെ, അത് കണ്ടാ പോലെ നിങ്ങൾക്ക് അതാണ് നിങ്ങൾ കാണുന്നത് നമുക്കറിയാം. സോ ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നതൊക്കെ അറിയോ? പെരുന്നാൾ നിസ്കാരം നിങ്ങൾക്കറിയാലോ. ഈദ് പ്രെയർ നമ്മളുടെ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തും കൂടി പറയാം കേട്ടോ. നമ്മളുടെ ഈദ് അതായത് ആഫ്റ്റർ 30 days ഓഫ് ഫാസ്റ്റിംഗ് നെക്സ്റ്റ് ഡേ നമുക്ക് ഈദ് ഉൽ ഫിത്തർ ആണ്. ഈദ് ഉൽ ഫിത്തർ ദിവസത്തിലെ നമ്മളുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളുടെ പെരുന്നാൾ നിസ്കാരത്തിൽ വെച്ചിട്ടാണ്. നിസ്കാരത്തിന് മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിക്കുക എന്നുള്ള പതിവാണ്. അപ്പോൾ ഉമ്മയും ഹെബിയും ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഉമ്മയുടെ ഹെബിൻ്റെ ഐറ്റംസുകൾ കാണിച്ചതിന് ഹെബയുടെ കുൽഫിയാണ് കേട്ടോ. ബാക്കി ഉമ്മ അലീസാണ് നമ്മൾ രാവിലെ കഴിക്കാറുള്ളത്. അത് തറവാട്ടിൽ വെല്ലിപ്പായിട്ടുള്ള തുടങ്ങിയതാണ് നമുക്ക്. അപ്പോൾ അലീസ അല്ലെങ്കിൽ പാലവാഴക്കാണ്, അതായത് സാവുനേരി എന്നാണ് പറയാ, അല്ലെങ്കിൽ പാലവാഴക്കാന്ന് പറയാറുണ്ട്. പഴമൊക്കെ ഇട്ടിട്ടൊരു സംഭവമല്ലേ, മറ്റേ ബബിൾസ് പോലത്തെ സംഭവം. അത് തന്നെ. അപ്പോൾ ഉമ്മയും ഹാപ്പിയും ടേബിളിൽ ഇരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയിട്ട് രാവിലത്തെ ഫുഡ് കഴിച്ചു പെരുന്നാൾ നമസ്കാരം സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോയാലോ? അപ്പൊ എന്തൊക്കെയാണ്? അലീസ ഉണ്ട്, പിന്നെ ഇറച്ചിപ്പിടി, പിന്നെ കുൽഫി. ഹോം മെയ്ഡ് കുൽഫിയാണ്. ഹെബ നമുക്ക് കഴിക്കല്ലേ? ഇവിടെ അല്ല, ബാൽക്കണിയില് 3 മുസല്ല ഇട്ടിട്ടുണ്ട്. ഇവിടാണ് നമ്മൾ നിസ്കരിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങൾ യെസ് അങ്ങനെയാണല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ. ഈദ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹെബ അഫ്ഗാനി റൈസ് നമ്മൾ ലാസ്റ്റ് വ്ലോഗിൽ പറഞ്ഞിരുന്നു. നമ്മൾ അഫ്ഗാനി റൈസ് ഉണ്ടാക്കും. അതിന്റെ റെസിപ്പി വേണ്ടിയവരൊക്കെ ഉമ്മപ്പൂവിന്റെ സ്പെഷ്യൽ അഫ്ഗാനി റൈസ് ആണ്. അത് കൂടാതെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ, നമ്മളുടെ മിഞ്ചുണ്ട്, അതായത് ഹെബമോളുടെ കുൽഫി. ഹെബമോൾ ഉണ്ടാക്കി കുൽഫി. കുറെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് കണ്ടിട്ട് വാ പറയുന്നതിൽ താങ്കൾക്ക് വിരോധമുണ്ടോ? ഇല്ല, നീ ഉദ്ദേശിക്കുന്നത് അതായത് യെസ്, ഈ മെഹന്തി ഇട്ടത് ആരാന്നായിരിക്കും. ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ഞാനാണ് ഹെബക്ക് മെഹന്തി ഇട്ട് കൊടുത്തത്. പെരുന്നാളില് ഞാൻ ഇപ്പൊ ചെറുതായപ്പോ തന്നെ ഓരോ സ്ഥലത്ത് എനിക്ക് ഇടാൻ വലിയ പിടുത്തല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ അറിയുന്ന ഇത്താമാരെ വീട്ടിലൊക്കെ പോയി അങ്ങനെ ആ ഇത്താനെ കെട്ടിച്ചു കൊണ്ടുപോകുമ്പോ അടുത്ത ഇത്താനെ വീട്ടിൽ പോകും. ആ ഇത്താനെ എല്ലാവർക്കും ഇങ്ങനെ എന്തൊക്കെയോ ഇട്ട് തരും. ഞാനും അങ്ങനെ ഒരു പിന്നെ നമ്മൾ ഈ ഡോക്ടർ അസറ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇങ്ങനെ സിമ്പിൾ ഡിസൈൻസ് ഒക്കെ നല്ല പേജ്. അപ്പൊ ഹെബ ആ ഡിസൈൻ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ഹെബക്ക് അത് ഇട്ട് കൊടുത്തു മക്കളെ. അതാണ് ആ മെഹന്തി കാണിച്ചു കൊടുത്തു.
അപ്പൊ ഇത് എങ്ങനെ ആയി Shape ഒന്നും ചോദിക്കരുത്. കണ്ടിട്ട് വരട്ടെ. ഓക്കെ, കാണിച്ചു കൊടുക്കാം. നമ്മൾ ഇന്നലെ കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ട് കുറച്ച് വിഷ്വൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ ഹെബക്ക് മെഹന്തി ഇട്ട് കൊടുക്കുന്ന ഹെബ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു കുൽഫിന്റെ കാണിക്കും. കുൽഫിന്റെ നമ്മൾ കാണിക്കാം. പെരുന്നാളായിട്ട് നമുക്ക് കുറേ ഇൻസ്റ്റാഗ്രാമിലത്തെ ഓരോ പേജിൽ നിന്ന് സെൻഡ് ചെയ്ത് തന്ന മെഹന്തീസ് ഉണ്ട്. ആരായിരിക്കും മൈലാഞ്ചിട്ട് തരുന്നത് നോക്ക്. എന്റെ ലോക്ക്ഡൌൺ ഹെന്ന ആർട്ടിസ്റ്റ് ആണ്. സാറിന്റെ പേജിന്റെ പേരെന്താ? ആ ഡിസൈൻ ഒന്ന് കാണിക്കോ? ഏതാടാ? ഡോക്ടർ അസ്ര ഇൻസ്പയർഡ് ആട്ടോ. ഇതാണ് സിമ്പിൾ ആണ്. ഓക്കെ സർ, അപ്പൊ അത് കുത്തിട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇതിന് എന്താവും അറിയില്ല. ഇനി ഇട്ടിട്ട് കാണിച്ചു കൊടുക്കാം അല്ലേ? മസ്റ്റായോ? ചന്ദ്രക്കല ഇതാ, പിന്നെ ലൈൻസ് ഇങ്ങനെ കൊടുത്തിട്ട്. അപ്പൊ കണ്ടില്ലേ, മെഹന്തി ഒക്കെ ഇട്ട് എനിക്ക് ഉമ്മക്കൊക്കെ ഇട്ട് സെറ്റ് ആക്കി തന്നിട്ട് കേട്ടോ. അപ്പൊ ഇനി മെഹന്തി വേണമെങ്കിൽ എനിക്ക് പേജൊക്കെ തുടങ്ങുന്ന ഡിസൈൻസ് അല്ലേ, തുടങ്ങിയല്ലേ നമുക്ക്. അപ്പൊ നമ്മള് കുൽഫിയും ഇന്നലെ ബ്രോസിനുള്ള സെറ്റപ്പ് ഒക്കെ ഇന്നലെ രാത്രി ചെയ്തു. അതിന്റെ വിഷ്വൽസും കണ്ടു. ഈദ് ഡ്രസ് കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഓൾറെഡി കമന്റ്സ് ചോദിക്കാണ്ട് ഹെബന ഡ്രസ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. നമ്മളെ ഡ്രസ് ഒന്നും പിന്നെ ആരും ചോദിക്കാറില്ല. നമ്മളെ ഡ്രസ് ഒന്നും പിന്നെ ആരും ചോദിക്കാറില്ല. അപ്പൊ പിന്നെ നമ്മള് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പക്ഷെ ഇത് ഇങ്ങനെ കാണിച്ചാൽ മതിയാവില്ലേ ഹെബ? ജസ്റ്റ് ഒന്ന് ഓൾറൗണ്ട് കാണിച്ചു കൊടുത്താലോ? യെസ്. तेरे संग इश्क तारी है, तेरे संग एक खुमारी है, तेरे संग चैन भी मुझको, तेरे संग बेकरारी. അപ്പൊ ഡ്രസ്സിന്റെ വീഡിയോ ഒക്കെ കണ്ടല്ലോ. ഒരു സിമ്പിൾ പാകിസ്ഥാനി സ്യൂട്ടാണ്. ഇങ്ങനെ കേട്ട് ഇതൊക്കെ എന്റെ കലാവിരുതാണ് കേട്ടോ. സൈഡിൽ ഇങ്ങനെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കൊടുത്തത്. ശരിക്കും നമുക്ക് പുറത്തു പോയി വാങ്ങാനൊന്നും പറ്റില്ല. ഇത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് സെൻഡ് ചെയ്തായിരുന്നു. എക്സ്പ്രഷൻസ് ബൈ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജ്. പാകിസ്ഥാനി സ്യൂട്ടാണ്. പിന്നെ എന്റേത് ഇതൊരു ജുബ്ബാട്ടോ, നോർമൽ. ഇതൊരു നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇട്ടുതരാൻ മാത്രമൊന്നുമില്ല. ഇതൊരു നോർമൽ ജുബ്ബയാണ്. ഫാബിന്റെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അയ്യൂബിന്റെ ഷൂട്ടിംഗ് സമയത്ത് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. ഇതിനായിട്ട് ഞാൻ സ്പെഷ്യൽ ഔട്ട്ഫിറ്റ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം നമ്മൾ ഒരു സെലിബ്രേഷൻ മൂഡൊന്നും നമുക്ക് പറയാനില്ലല്ലോ. ഈ ഒരു വെരി ഇമ്പോർട്ടന്റ്. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ ഡ്രസ്സ് ഇടാന്നുള്ള സുന്നത്തുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ ഉള്ളതിൽ പുതിയത് ഇടാന്നുള്ളതാണ്, വീട്ടിലുള്ളതിൽ പുതിയത് ഇടാന്നുള്ളതാണ്. യെസ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ കൊച്ചു കൊച്ചു വിശേഷങ്ങള്. അതേപോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ബുൾസൈന്റെ കാര്യം. ഞാൻ മാറിയിട്ടതല്ല, എന്റെ വീട്ടില് പക്ഷെ ഷുഗർ പറഞ്ഞവരുണ്ട് കേട്ടോ കമന്റ് സെക്ഷനിൽ. രണ്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. സോൾട്ട് ആണ് മെജോറിറ്റി. പക്ഷെ എന്റെ നാട്ടില് ആ ഏരിയയില് നമ്മള് ഷുഗർ ഇട്ടാ അല്ല, ഈ ഏരിയ എന്ന് പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നില്ല ശരിയാണെന്നില്ല. ഫാമിലിയാണ്. കാരണം ചിലപ്പം മധുരമുള്ളത് ചെറുപ്പത്തിൽ കഴിക്കുന്നു വിചാരിച്ചു അങ്ങനെയൊക്കെ ശീലം. പക്ഷെ ഇല്ല, കുറെ പേര് കമന്റ് ചെയ്തു. പക്ഷെ ഐ എം റിയലി സർപ്രൈസ്. കുറെ പേര് മധുരം കഴിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മക്കറിയാം അല്ലെ, നമ്മള് സോൾട്ട് ഇടുന്നവർക്കറിയാം മധുരം ഒരിക്കലും ഓംലെറ്റ് ബോൾസാക്കി മാച്ച് ആവില്ല. ഇതൊരു ഡിബേറ്റുള്ള ടോപ്പിക്കാണ് മക്കളെ, അതുകൊണ്ട് നമ്മളിവിടെ പറയുന്നില്ല. ഇത് നമ്മൾ ഈദ് വ്ളോഗാണ്. നമ്മളുടെ ഇന്നത്തെ താരം അഫ്ഗാനി റൈസ് ആണ്. അപ്പൊ ഉമ്മപ്പൂവിന്റെ അഫ്ഗാനി റൈസ് വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നേരെ നമുക്ക് കിച്ചണിലോട്ട് ഇട്ടാലോ. അഫ്ഗാനി റൈസിന് യൂസ് ചെയ്യാൻ പോകുന്നത് ബസ്മതി ലോങ് റൈസ് ആണ് കേട്ടോ. തൊട്ടപ്പുറത്തന്നെ ഇതാ ഓണിയന് ഓയിൽ ഇട്ടിട്ട് ഇങ്ങനെ വഴറ്റി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അഫ്ഗാനി ഇവിടെ ഫുൾ സ്വിംഗിൽ ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സൈഡില് നമ്മളെ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. സിമ്പിൾ പ്രൊസീജിയർ. എണ്ണ ഒഴിക്കുന്നു, സവാള, അതിലേക്ക് ചിക്കന്, പിന്നെ നമ്മള് ഗാർലിക് പേസ്റ്റ്, പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതാ വേവിക്കാൻ ഒരു സൈഡില് ചിക്കൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ വേറൊരു സൈഡില് നമ്മളെ ബസ്മതി റൈസ് ആണ്, അരി വേവിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് പ്രൊസീജിയർ എന്താന്ന് വെച്ചാൽ ഒരു പാൻ എടുക്കുക. നമ്മൾ ആദ്യം ഷുഗർ കാരമലൈസ് ചെയ്യണം. അപ്പൊ അത് കാണിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു ബിരിയാണി, മന്തി അങ്ങനെ പൊതുവെ സാധനങ്ങളൊക്കെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഈ അഫ്ഗാനിന്റെ പ്രത്യേകതയാണ് ഈ കാരമലൈസിങ്ങും ഒരു മധുരവും. ഈ കുറെ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതാ ക്യാരറ്റ് ഒക്കെ വരുന്നുണ്ട്.
അപ്പൊ സ്റ്റോക്ക് നമ്മൾ ഈ കാരമലൈസ് ചെയ്ത് ആ. ഷുഗറിലേക്ക് ഒഴിക്കും. ഒഴുക്കിന് ഇവിടെ വേവ് വെച്ചിട്ട് നമ്മള് ഓൾമോസ്റ്റ് റെഡി ആവാനായിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗറിലോട്ട് സ്റ്റോക്ക് ആഡ് ചെയ്തു. അപ്പൊ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ വേണ്ടേ? ഉള്ളി വേണ്ട. അപ്പൊ ഓണിയൻ തന്നാ ഞാൻ കട്ട് ചെയ്ത് തരാലോ. അപ്പൊ ഞാൻ കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ പോവാ. തുടങ്ങല്ലേ? ഓക്കെ. നൈസ് ആയിട്ട് അറിയണോ അതോ ഫ്രൈ ചെയ്യാനുള്ളത് അല്ലേ? അപ്പൊ നൈസ് ആയിട്ട് അറിയാം നമുക്ക്. ഓക്കെ. റബ്ബാ മേരെ റബ്ബാ റബ്ബാ മേരെ റബ്ബാ. ഓക്കെ. സവാള ഗിരി 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 സവാള ഗിരി ഗിരി ഗിരി. ആദ്യം നമ്മള് 2 പീസ് ആക്കുന്നു. എന്നിട്ട് എങ്ങനെയാണെന്ന് അറിയോ? എന്നിട്ട് ഇതാ ഇങ്ങനെ അഫ്ഗാനി റൈസിന് വേണ്ടിയുള്ള ഉള്ളി എന്റെ വക. ഉള്ളി ഇങ്ങനെ നൈസ് ആക്കുന്നതാണ് നല്ലതാണ് അമ്മ പറഞ്ഞത്. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നൈസായി കിട്ടും. ഇനി നേരെ ഫ്രൈ പാനിലോട്ട് നമുക്ക് ഇടാം കേട്ടോ. ഓക്കെ. അപ്പൊ എപ്പോഴും ഒരു സ്റ്റെപ്പ് ബാക്ക് ഇടുന്നതാണ് നമുക്കൊക്കെ സേഫ്. ഓക്കെ. സ്ലോ ആയിട്ട് ഇടുക, താത്തിടുക, കാരണം അത് പൊട്ടി തെറിക്കും. അപ്പം ചിക്കൻ വെന്തിട്ടുണ്ട് അല്ലേ? സ്റ്റോക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മള് ഇത് രണ്ടും മിക്സ് ചെയ്യുക. ഈ കാരമലൈസ് ചെയ്തത് ആദ്യം ഇതിനുള്ള ചിക്കൻ സ്റ്റോക്കും കാരമലൈസ്ഡ് സ്റ്റോക്കും മിക്സ് ചെയ്തു. മിക്സ് ചെയ്തു. യെസ്. കാരമലൈസർ ഈ ചിക്കൻ സ്റ്റോക്ക് കുറച്ച് ഇതിലേക്ക് എടുത്ത് ഒഴിച്ചതാണ്. കാരമലൈ പെട്ടെന്ന് കാരമൽ അത് ഇതായി പോകും, ബ്രൗൺ കളർ ആവും. ബ്രൗൺ കളർ അതിന് വേണ്ടി വേറെ ചെയ്തതാണ്. ഓക്കെ. നമ്മളുടെ വേവിച്ച ചിക്കൻ ഇതാ ഉള്ളി മസാലയിലോട്ട് ഇട്ടിരിക്കാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആവുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച സ്റ്റോക്കിലേക്ക് കുറച്ച് ഗരം മസാല അല്ലേ ഉമ്മ? കുറച്ച് ഗരം മസാല ഇട്ടിട്ട് ഞാൻ തന്നെ ഇളക്കി. ക്യാരറ്റ് നമ്മൾ ഓണിയൻ ഫ്രൈ ചെയ്ത ഓയിൽ ഉണ്ടല്ലോ അതിലേക്ക് ആ ക്യാരറ്റും കൂടെ നിർത്തിട്ട് ഫ്രൈ ചെയ്ത് വെക്കുക. നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് അതിലോട്ട്? ഷുഗർ ഓപ്ഷനാണ്. ഓണിയനൊക്കെ ഫ്രൈ ചെയ്ത ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു. ഓക്കെ. ഇനി നമ്മൾ റൈസ് ഇടുക. ഇനി ദമ്മിടാൻ പോകണമോ? ഫൈനൽ സ്റ്റെപ്പ് ദമ്മിടുക. നമ്മുടെ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ആണ് അല്ലേ? കാരമലൈസ്ഡ് ചിക്കൻ സ്റ്റോക്ക് ആണോ? യെസ്. അപ്പൊ ഇത് നമ്മൾ ഈ ദമ്മിന്റെ മുകളിലോട്ട് അല്ലെ ദമ്മിലോട്ട് ആഡ് ചെയ്യാൻ പോവാണ് അല്ലെ? യെസ്. അപ്പോ ലെറ്റ്സ് ഡു ഇറ്റ്. ഞാൻ സ്പ്രെഡ് ചെയ്തല്ലോ വെക്കട്ടെ എല്ലാ സൈഡിലേക്കും. എല്ലാ സൈഡിലോട്ട് എത്തണം അല്ലേ? സ്റ്റോക്ക് ഇളക്കിട്ട് ഒഴിക്കട്ടോ. ഓക്കെ. അതിലോട്ട് നമ്മൾ ഇനി കാർഡമൻ പൗഡർ അതായത് ഏലക്ക ഇടാൻ പോവാണ്. നമ്മള് സൈഡിലോട്ട് വെച്ചുട്ടോ. ഇനി അടുത്തത് നമ്മൾ വീണ്ടും ദമ്മിന്റെ ലെയർ തന്നെ ഇടാൻ പോവാണ്. സ്പ്രെഡ് ചെയ്തിടും. എന്നിട്ട് ഉമ്മ അത് കറക്റ്റ് ആക്കി വെക്കും. അഫ്ഗാനിയില് ബ്ലാക്ക് ഗ്രേപ്സും. അപ്പൊ ദാ നമ്മളുടെ അഫ്ഗാനി റൈസ് ഇവിടെ റെഡി ആവാറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് റെഡി. നമ്മളിത് ലിഡ് ക്ലോസ് ചെയ്യാൻ പോവാണ്. പെരുന്നാളിന് കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഫ്ഗാനി റൈസ് ഉമ്മപ്പവും ഹെബിയും എല്ലാരും ചേർന്ന് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അഫ്ഗാനിയിലോട്ട് നമ്മൾ മാറിയത് ബിരിയാണി അല്ലെങ്കിൽ മന്തി. ബിരിയാണിയാണ് യൂഷ്വലി ഉണ്ടാവാറ്. പിന്നെ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളും വിചാരിച്ചു നമുക്ക് നോക്കാം പുതിയൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഉമ്മ ഇതിന് ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാൻ സമയമായിട്ടുണ്ട്. പക്ഷെ വ്ളോഗ് ഇവിടെ ഒന്നും തീരുന്നില്ല കേട്ടോ. നിങ്ങൾ ഫുൾ കാണണം. നമ്മൾ അഫ്ഗാനി റൈസും ബ്രോസ്റ്റും സൂപ്പും ഹെബമോളും ഉമ്മപ്പവും റീത പുറകിലുണ്ട്. നമ്മള് അൽഹംദുലില്ലാ ഈദിന്റെ
ലഞ്ചാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് അഫ്ഗാനി റൈസ് ട്രൈ ചെയ്യാൻ പോകുന്നത്. എനിക്കറിയില്ല, എനിക്ക് അല്ല നമ്മളെല്ലാരും ഫസ്റ്റ് ടൈമാണ് അഫ്ഗാനി. നമ്മൾ ആരും കഴിച്ചിട്ടില്ല ഇതുവരെ അല്ലോ അമ്മ. ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. ഫിലി ഇത് ഉണ്ടാക്കിയിരുന്ന പറയുന്നത്. ഫിലിയാണ് നമ്മളോട് പറഞ്ഞതും. അപ്പൊ എനിക്ക് അറിയില്ല, ഒരു മധുരൊക്കെ കാണുമ്പോ എനിക്ക് പൊതുവെ സ്പൈസി ഫുഡ് ലെറ്റ്സ് സീ. ഉമ്മ ഹൈബക്ക് കറക്റ്റ് ആക്കിയിട്ട് അവിടെ ബ്രോസ്റ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഗ്രീൻ ചില്ലി ബ്രോസ്റ്റ് ഉമ്മ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? വേണ്ട ഈ വ്ളോഗിലെ പരിപാടി വേണ്ട. ഈ വ്ളോഗിലെ പരിപാടി വേണ്ട. ഇഷ്ടം അല്ലെങ്കിൽ കുറച്ച് മധുരമുള്ള സാധനങ്ങൾ? അപ്പോ എല്ലാവർക്കും ഇഷ്ടം സ്പൈസി. ഉമ്മ കഴിക്കല്ലേ? ബ്രോസ്റ്റ് അടുത്തത് ഞാൻ ഉമ്മക്ക് ഞാൻ അഫ്ഗാനി എടുത്തിട്ട് തരുന്നതാണ്. ബസ്സോ ഇട്ടിട്ടുള്ളൂ അപ്പത്തേക്ക് ബസ് എപ്പൊക്കെ ഇട്ടെ അഫ്ഗാനി. ടേസ്റ്റ് നോക്കൂ. സൂപ്പ് കുടിച്ചിട്ടില്ല, അത് സൂപ്പ് കുടിക്കാം. ഞാന് എന്റെ പ്ലേറ്റിലോട്ട് അഫ്ഗാനി. നമ്മള് തറവാട്ട് പോകുന്ന പരിപാടിയും മിസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും മിസ് ചെയ്യുന്നതാണ്. ഈ വ്ളോഗ് കാണുന്നവർക്ക് ചിലപ്പോ ഫാമിലി അവിടെ ഇവിടെ നിൽക്കുന്നവരുണ്ടാവാം, അവർക്കൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ ഇൻഷാല്ലാ വലിയ പെരുന്നാളാവുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം ഉമ്മ നോർമൽ ആവേണ്ടി നമ്മൾ എല്ലാവരും ദുആ ചെയ്യുന്നുണ്ട് അല്ലേ? ഇൻഷാല്ലാ അമ്മ ഇതാ അഫ്ഗാനി റൈസ് കഴിച്ചു വെക്കാൻ പോവാണ് കേട്ടോ. ചിക്കന്റെ സ്റ്റോക്കിന് ഓണസ്റ്റ് ഒപ്പീനിയൻ എന്താ? ഓ മാഷാഅല്ലാ ഉമ്മ എക്സ്പെരിമെന്റ് വർക്ക്ഔട്ട് കഷ്ടപ്പെട്ടതിന് ഫലമുണ്ട്. യെസ് ഉമ്മ സക്സസ്ഫുൾ. ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു മധുരം ഈ റൈസിൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. യെസ്. അപ്പൊ ഇനിയിപ്പോ ഞാനാണ് കഴിക്കാൻ ബാക്കിയുള്ളത്. അപ്പൊ ഉമ്മ താങ്ക് യു സോ മച്ച് നമുക്ക് ഈദിന് ഇങ്ങനെ ഒരു ഡിഷ് ഉണ്ടാക്കി തന്നതില്. അപ്പൊ നമുക്ക് ഹെബ എന്തായാലും റെക്കമെൻഡ് ചെയ്യാം അല്ലേ? ഉമ്മ റെക്കമെൻഡ് ചെയ്യാം അല്ലേ? നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് ഇനിയിപ്പോ ഫാമിലിയുടെ കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ റൂഫ് ടോപ്പിലോട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. അവിടെ നമ്മൾ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോസ് വാട്സാപ്പിലൊക്കെ ഷെയർ ചെയ്യാന്നുള്ള സന്തോഷമല്ലേ? ഏറ്റവും കൂടുതൽ നമ്മുടെ ഫാമിലിയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നത് വീഡിയോ കോൾസിലൂടെയും ഫോട്ടോഗ്രാഫ്സിലൂടെയൊക്കെയാണ്. അതൊക്കെയാണ് നമ്മൾ സന്തോഷമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി മുകളിലോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. മഹിമയെഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്, അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. റൂഫ് ടോപ്പിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ 3 പേരേ ഉള്ളൂ. അപ്പോൾ ഇതാ ഹെബ ഉണ്ട് പുറകില്, ഉമ്മ ഇതാ. അപ്പോൾ നമുക്ക് പെരുന്നാളൊക്കെ ആണല്ലോ, അപ്പോൾ ഇവരുടെ പെരുന്നാൾ മെമ്മറീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് ഇവരോട് ചോദിച്ചു നോക്കിയാലോ. അപ്പോൾ ഉമ്മ ഹെബ പെരുന്നാളിൻ്റെ നിങ്ങളുടെ വിശേഷങ്ങളും ഓർമ്മകളും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെരുന്നാൾ ഇപ്പോൾ നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എന്താ പറയുക, നമുക്ക് നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ അടുത്തേക്കും ഫാമിലിയിലോട്ടൊന്നും എത്താൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളുടെ വ്യൂവേഴ്സിനോട് നിങ്ങളുടെ കുറച്ച് മെമ്മറീസും യൂഷ്വലി എങ്ങനെ നിങ്ങൾക്ക് പെരുന്നാൾ ഉണ്ടാവുമെന്ന് ഒന്ന് പെട്ടെന്നൊന്ന് പറയാമോ? എല്ലാവർക്കും ഈദ് മുബാറക്. ഫറൂഖിലാണ് ഫസ്റ്റ് പെരുന്നാൾ ഉണ്ടാവുന്നത്. രണ്ടാമത്തെ പെരുന്നാൾ താനൂരായിരിക്കും. അതെ, ആദ്യ പെരുന്നാള് രണ്ടാം പെരുന്നാളാണ്. നമ്മളൊക്കെ ശരിക്കും സെക്കൻഡ് ഈദിന് വെയിറ്റ് ചെയ്യാറാണ്. അന്നാണ് എല്ലാരും കൂടി കൂടുന്ന ദിവസം. നമുക്ക് സ്റ്റേ ഓവറും കസിൻസും ഫാമിലി എല്ലാവരുമായിട്ട് ഭയങ്കര രസമാണ്. അത് എനിക്ക് പെരുന്നാളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയോട് ഒത്തുകൂടാന്നുള്ളത്. കഴിഞ്ഞ വലിയ പെരുന്നാളിനായിരുന്നു ഹെബ ആദ്യമായിട്ട് താനൂരിലോട്ട് വന്ന സമയമായിരുന്നു. ഉമ്മന്റെ തറവാട്ടിലോട്ട് പോയ സമയമായിരുന്നു അന്ന്. വലിയ പെരുന്നാളായിരുന്നു കേട്ടോ അത്. എല്ലാരും കൂടെ ഒപ്പനയും പാട്ടും ഫുഡും എല്ലാരും സെക്കൻഡ് ഡേയും ശരിക്കും ഒരു പെരുന്നാളിന്റെ ഒരു വൈബാണ്. അപ്പൊ ഹെബന്റെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ ഒന്ന് പറ. ഹെബന്റെ സൈഡിൽ എങ്ങനെയാണ് പെരുന്നാൾ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ ഡ്രസ് ചെയ്ത് അങ്ങനെ ഒരു പ്രായമല്ലേ. അപ്പൊ എന്റെ ഏജിലുള്ള കുറച്ച് കസിൻസ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും അവർ എന്റെ വീട്ടിലേക്ക് വരും. പിന്നെ ഞങ്ങള് എല്ലാ ഫാമിലിയും ഒന്നിച്ചാ താമസിക്കുന്നത്. ഒരു 10 കുറെ ഏക്കർ കണക്കിന് ഫുൾ ഉപ്പാന്റെ വീട്ടിൽ. നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷം ഈവനിങ് ആണ് ഉമ്മന്റെ വീട്ടിലെല്ലാം
എല്ലാരും ഗ്യാദർ ചെയ്യാം. രാവിലെ പെരുന്നാൾ നിസ്കാരം, കസിൻസ് എല്ലാരും പുതിയ ഡ്രസ് ഇട്ട് ഇങ്ങനെ നല്ല രസമല്ലേ, ഞങ്ങള് കുറെ ഗേൾസ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ഗ്യാങ് പോലെ 10-40 വീട്ടിൽ ഞങ്ങൾ എണ്ണി കയറുമായിരുന്നു. സുന്നത്താണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് മുതലെടുക്കുന്ന കൂട്ടരാണ്. പെരുന്നാൾ പൈസ വാങ്ങിക്കാനോ അല്ലേ? പെരുന്നാൾ പൈസ ഒക്കെ വാങ്ങിക്കാം. അതേപോലെ എല്ലാ വീട്ടിലെയും ഡെസേർട്സ്, പായസം, സംഭവങ്ങളൊക്കെ കുടിച്ച് ശരിക്കും ഈ 10-40 വീട് കഴിയുമ്പോൾ ശരിക്കും 40 വീടൊക്കെ കയറി ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. നല്ല രസമായിരുന്നു. പിന്നെ ഈ ഫോട്ടോസ് എടുക്കാന്നൊക്കെ പറയുന്നത് ശരിക്കും ഓരോ തവണ ഓരോ വീടുകളായിരിക്കും ഞങ്ങളെ സ്റ്റുഡിയോ. നമ്മള് റൂഫ് ടോപ്പ് അന്ന് രാത്രിയല്ലേ കണ്ടത്. അവിടെ ബീച്ച് കാണാം. കാണാൻ പറ്റും. ആ ബിൽഡിങ്ങിന്റെ പുറകിലുള്ളതാണ്. അപ്പൊ ഇതാ ഇവിടെ ആയിരുന്നു നമ്മള് ഇഫ്താറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ വ്ളോഗ് കണ്ടില്ലേ. അപ്പൊ ഉമ്മ പെരുന്നാളാണ്, ഹെബ പെരുന്നാളാണ്. ഉമ്മയും ഹെബയും നമ്മളുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു പാട്ട് പാടി തരണം. ഹുസ്നുൽ ജനാ നാ 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 ഞാൻ പാടി. ഇനി പാട്ട് ഭയങ്കര ഇഷ്ടം. ഉപ്പന്റെ പേരുള്ള പാട്ട് ഹുസ്നുൽ ജമാൽ എന്നുള്ളത്. യെസ്, ഉപ്പന്റെ പേര് ജമാൽക്കാന്നാണ് നമ്മുടെ വല്യുപ്പന്റെ പേര്. ഉമ്മപ്പൂവും ഞമ്മക്ക് എല്ലാവർക്കും വേണ്ടി പെരുന്നാളിന് ഇതൊരു പാട്ടായിട്ട് വന്നിരിക്കട്ടെ ഈ പ്രാവശ്യം. ഓക്കെ, കമോൺ. മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാടേ ഇതിലുണ്ട്. അത് കാരണം എനിക്ക് എന്റെ ഉമ്മാന്റെ പേര് അതെ, വല്യുമ്മന്റെ പേര് ഖദീജ എന്നാണ്. നമ്മളുടെ ഈദ് ഉൽ ഫിത്തർ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ നമ്മളുടെ വ്ളോഗിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മളുടെ ഒരു കുഞ്ഞ് ഈദ് വ്ളോഗാണ്. ഉമ്മദ ഹെബദ. യെസ്, കുറച്ച് ക്ഷീണിച്ചു. നിങ്ങൾക്ക് നമ്മളുടെ വ്ളോഗ്സ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമന്റ്സിലൂടെ അറിയിക്കുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോ യെസ്, അപ്പൊ ഇനിയും ഇൻട്രസ്റ്റിംഗ് വ്ളോഗ്സ് ഒക്കെ ആയിട്ട് നമ്മളുടെ ചാനലിൽ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ്സ് വരുന്നതായിരിക്കും. അപ്പൊ ഹെബ, ഉമ്മ, ഒരു മിനിറ്റ്, അതിന് മുന്നേ നമുക്ക് കാര്യം പറയാനുണ്ട്. വീണ്ടും സന്ധിക്കും വരെ ഉമ്മാണ് പറയണ്ട കേട്ടോ. ഉമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഉമ്മന്റെ അടുത്താട്ടെ ഞാനൊക്കെ തമിഴ് പറയാൻ പഠിച്ചു. ഉമ്മക്ക് 20 വയസ്സ് വരെ ചെന്നൈയിൽ തന്നെ ആയിരുന്നു. നല്ലപോലെ തമിഴ് സംസാരിക്കും. ഉമ്മ തമിഴ് എഴുതും വായിക്കുന്ന ആളാണ്. അപ്പോ ഉമ്മ വീണ്ടും സന്ധിക്കലാമ്മ. വീണ്ടും സന്ധിക്കും വരെ. This is me Rivaz and ഉമ്മപ്പൂവ് signing off. വണക്കം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.